വൺ ടൈം വാച്ച് ശരിയാവില്ല കേട്ടോ. ഓക്കെയാണ്, ഒരു ഫൈൻ മൂവിയാണ്. അതിൽ നോട്ട് ടൈം പാക്കണം. ദർശന ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന നല്ല റോളൊക്കെ നല്ല ഇത് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, അത് വൺ ടൈം വാച്ച് മൂവി തന്നെയാണ്. സ്റ്റോറി അങ്ങനെ സ്റ്റോറി ലൈനൊന്നും ഇല്ല, ഒരു ബേസിക് ആയിട്ടുള്ള പിന്നെ നമുക്ക് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്ലൈമാക്സ് അത് എങ്ങനെ വരും, എങ്ങനെ പോകും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വയലൻസ് ഉണ്ട്, വയലൻസ് ആ രീതിക്കുള്ള ഒരു വയലൻസ് ഉണ്ട്. അതെ, അത് പറഞ്ഞ പക്ഷേ 50th മൂവി എന്ന് പറഞ്ഞ ആ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് അത് ഇതായിട്ടില്ല. നമ്മൾ കുറച്ച് എക്സ്പെക്ട് ചെയ്തു, പക്ഷേ അത് അത്രയ്ക്കില്ല. നമ്മൾ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്തു വേറെ ലെവലിൽ പോകുന്നു വിചാരിച്ചു, പക്ഷേ അത് ആ ഒരു ഇതിലില്ല. അതെ, വൺ ടൈം വാച്ച് അത്രയേ ഉള്ളൂ. ഒരു ബ്രദർ സിസ്റ്ററിൻ്റെ ഒരു കോംബോ കാണിക്കുന്നുണ്ട്. ഒരു ഇപ്പം എന്തു പറയാനാ, സ്റ്റണ്ട് ഇപ്പം ധനുഷിൻ്റെ ഡയറക്ഷനും അതുപോലെ റൈറ്റിങ്സ് ഒക്കെ ഓക്കെയാണ്. ഒരു ഫൈൻ മൂവിയാണ്. അതിൽ നോട്ട് ടു ബാഡ്. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാഫൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ധനുഷിൻ്റെ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഡ്രൈവ് എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ സിസ്റ്ററിനെ എങ്ങനെയൊക്കെ റെസ്ക്യൂവിൽ അപ്രോച്ചൊക്കെ നല്ല രീതിയിൽ ഒരുവിധം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഇറ്റ്സ് എൻ ഓക്കെ ഫിലിം. ഞാനിപ്പം ട്രെയിലർ കണ്ടു വിചാരിച്ച് നമുക്ക് ആ ഒരു, പിന്നെ പുള്ളിക്കാരൻ്റെ ആ ഒരു ടൂൾ നമുക്ക് വൂൾവറിനെ കാണിക്കും പോലെ ആ ഒരു സിംഗിൾ മെത്തേഡ് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്ന പോലത്തുള്ള ഒരു ജസ്റ്റ് ഒരു ഓക്കെ ഫിലിം. മെസ്സേജ് അങ്ങനെയൊന്നുമില്ല ബ്രോ, അങ്ങനെ മെസ്സേജിനോട്ടുള്ള കൺവേ അത്രയ്ക്കൊന്നുമില്ല. അപ്പം ജസ്റ്റ് ഇപ്പം ധനുഷിൻ്റെ ക്യാരക്ടർ ഒരു ബോൾഡായിട്ടുള്ള ക്യാരക്ടർ. പുള്ളി ആവശ്യത്തിന് നമ്മൾ ബിഗ് ബി പോലെ മമ്മൂക്കാരനെ പോലെ ചിരിക്കില്ല. ചില സീക്വൻസിൽ മാത്രം പുള്ളി ചെറിയ ചെറിയ ചിരിയുണ്ട്. പിന്നെ അതേ സമയത്ത് ബോൾഡാണ് പുള്ളിക്കാരൻ, ഭയങ്കര ബോൾഡാണ്. പിന്നെ സിസ്റ്ററിന് എങ്ങനെയൊക്കെയാണ് സ്വന്തം ബ്രദറിന് ചീറ്റിങ്, ബിട്രയൽ, അങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് ഇവിടെ മിക്സ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത മൂവിയാണ്, ഒരു ഫൈൻ മൂവിയാണ്. ഒരു ഫാമിലി കുഴപ്പമില്ല, കാണാൻ പറ്റുന്ന. ഇത് അങ്ങനെ സിംഗിൾ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ അങ്ങനെ പെർസ്പെക്റ്റീവിലൊന്നുമല്ല, എല്ലാവർക്കും കാണാവുന്ന മൂവിയാണ്, കുഴപ്പമില്ല. ഒരു വൺ ടൈം അപ്രോച്ച് എനിക്ക് അത്രേ പറയുള്ളൂ. ഫൈൻ മൂവി, അത്രേ ഉള്ളൂ. ഇത് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല പടം. ചേട്ടാ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. അഭിനയം എല്ലാം കിട്ടില്ല. ആ പടം കുഴപ്പമില്ല, അത്യാവശ്യം നല്ലത്. ഓക്കെ ഏട്ടാ. நல்லா இருக்குண்ணா, பார்க்கலாம், ஒரு டைம் பார்க்கலாம். தனுஷ் ஏன்னா தனுஷ்காக படம் பார்க்கலாம், கண்டிப்பாக படம் நல்லா இருக்குது. ஃபஸ்ட் டைம் செகண்ட் டைம் டைரக்ஷன் பண்ணியிருக்காரு, படம் நல்லா இருக்குது, பரவாயில்ல, பார்க்கலாம். நான் ரொம்ப எக்ஸ்பெக்ட் பண்ணேன், அந்த அளவுக்கு இல்லை, பரவாயில்ல, ஓகே, பார்க்கலாம், நல்லா இருக்கு. படம் நல்லா இருந்துச்சு. எஸ்டி சூர்யா ஆக்டிங் நல்லா இருந்துச்சு. കഥയൊക്കെ ഉണ്ട്. ആ നല്ല കഥയാ, സൂപ്പർ പടം, കണ്ടോണ്ടിരിക്കാം. മൂവി കൊള്ളാം. ധനുഷിൻ്റെ 50th മൂവിയാണ്. ധനുഷിനെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നതെന്ന് അറിഞ്ഞു. റിട്ടേണും തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല മൂവിയാണ്. നല്ല സിനിമയാണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നല്ലൊരു സ്റ്റോറി.